ഇന്ത്യയുടെ ഷെഹനായ് നാദം ഉസ്താദ് ബിസ്മില്ല ഖാൻ. ആ നാദം ഓർമ്മകളിൽ മുഴുകി കേൾക്കാൻ ആരംഭിച്ചിട്ട് 20 വർഷം തികയുകയാണ്. ശാസ്ത്രീയ സംഗീതത്തെ ജനപ്രിയമാക്കിയ ശുദ്ധ സംഗീതത്തിന്റെ വക്താവായ മരണം വരെയും വാരണാസി വിട്ടുപോകാത്ത സൈക്കിൾ റിക്ഷയെ സ്നേഹിച്ച ഉസ്താദ് ബിസ്മില്ല ഖാൻ. വിവാഹവേദികളിൽ ഷെഹനായി സജീവമായിരുന്ന കാലം. പാരമ്പര്യമായി ഷെഹനായി വായിക്കുന്ന കുടുംബങ്ങൾ ഉണ്ടായിരുന്നു. അത്തരത്തിൽ പാരമ്പര്യമായി ഷെഹനായി വാദക്കാരായ ബീഹാറിലെ ഒരു കുടുംബത്തിലാണ് ബിസ്മില്ല ഖാൻ ജനിച്ചത്. അമറുദ്ദീൻ എന്ന പേരിനു പകരം പിൽക്കാലത്ത് ബിസ്മില്ല എന്ന പേര് സ്വയം സ്വീകരിക്കുകയായിരുന്നു അദ്ദേഹം. സംഗീതം കാരണം മകന്റെ വിദ്യാഭ്യാസം മുടങ്ങിപ്പോകുമോ എന്ന ഭയത്താൽ ഷെഹനായി വാദകനായ പിതാവ് മകന്റെ സംഗീത പഠനത്തെ പ്രോത്സാഹിപ്പിച്ചില്ല. പക്ഷേ ബിസ്മില്ലയുടെ അടങ്ങാത്ത ആവേശത്തിനു മുന്നിൽ പിതാവിന് കീഴടങ്ങേണ്ടി വന്നു. സ്കൂൾ പഠനം ഉപേക്ഷിച്ച് ആ ബാലൻ സംഗീതത്തിന്റെ ലോകത്തേക്ക് പ്രവേശിച്ചു. 1924 കൽക്കത്തയിൽ വെച്ചാണ് ബിസ്മില്ല സംഗീതത്തിലെ ആദ്യ അരങ്ങേറ്റം കുറിക്കുന്നത്. 1937 കൽക്കത്തയിലെ പ്രശസ്തമായ സംഗീത സമ്മേളനത്തിൽ ഒറ്റയ്ക്ക് ഷെഹനായി വായിച്ചാണ് ബിസ്മില്ല സംഗീത ലോകത്തേക്ക് ശ്രദ്ധേയമായ ചുവട് വെച്ചത്. പിന്നീട് അങ്ങോട്ട് ഉസ്താദ് ബിസ്മില്ല ഖാൻ ഇന്ത്യൻ സംഗീത ലോകത്തെ അതികായനാകുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. ഷെഹനായി എന്ന ഗ്രാമീണ വാദ്യോപകരണത്തെ അദ്ദേഹം ശാസ്ത്രീയ സംഗീതോപകരണങ്ങളുടെ പട്ടികയിലേക്ക് കൊണ്ടുവന്നു. ഇന്ത്യയിലും വിദേശത്തും ബിസ്മില്ലയുടെ ഷെഹനായി നാദം സംഗീത വേദികളിൽ പുളകം തീർത്തു. അഫ്ഗാനിസ്ഥാൻ, യൂറോപ്പ്, ഇറാൻ, ഇറാഖ്, കാനഡ, വടക്കേ ആഫ്രിക്ക, അമേരിക്ക, റഷ്യ, ജപ്പാൻ, ഹോങ്കോങ് തുടങ്ങിയ സ്ഥലങ്ങളിലും ലോകത്തിലെ മിക്കവാറും എല്ലാ പ്രശസ്ത നഗരങ്ങളിലും അദ്ദേഹം ഷെഹനായി വായിച്ചു. സംഗീതപ്രേമികൾ അദ്ദേഹത്തെ ഇന്ത്യയുടെ ഷെഹനായി നാദം എന്ന് വിളിച്ചു. 1947 ഓഗസ്റ്റ് 15 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ച ആ ദിവസം ദില്ലിയിലെ ചെങ്കോട്ടയിൽ ഷെഹനായി വായിച്ച് സ്വാതന്ത്ര്യത്തെ വരവേറ്റ ഉസ്താദ് ബിസ്മില്ല ഖാൻ രാജ്യത്തെ എല്ലാ ദേശീയ പുരസ്കാരങ്ങളും നേടിയ അപൂർവം വ്യക്തിത്വങ്ങളിൽ ഒരാളാണ്. പത്മശ്രീ, പത്മഭൂഷൺ, പത്മവിഭൂഷൺ എന്നിവയും ഇന്ത്യയുടെ പരമോന്നത ബഹുമതിയായ ഭാരതരത്നം അവാർഡും അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. 2006 ഓഗസ്റ്റ് 21 പുലർച്ചെ 2 മണിക്ക് ആ നാദം നിലച്ചു. തന്റെ 90ാമത്തെ വയസ്സിൽ വാരണാസിയിലെ ഹെറിറ്റേജ് ആശുപത്രിയിൽ അദ്ദേഹം മരണത്തിന് കീഴടങ്ങി. പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടെ കർബല ജുമാ മസ്ജിദ് ഖബർസ്ഥാനിൽ ഖബറടക്കി. പ്രശസ്തിയുടെ കൊടുമുടിയിൽ നിൽക്കുമ്പോഴും സംഗീതം പഠിച്ച ഗംഗാതീരവും വാരണാസിയും വിട്ടുപോകാൻ അദ്ദേഹം തയ്യാറായിരുന്നില്ല. വാർദ്ധക്യം വരെയും ഇഷ്ടവാഹനമായ സൈക്കിൾ റിക്ഷയിലായിരുന്നു യാത്ര. ഒതുങ്ങിയ ജീവിതം ആഗ്രഹിക്കുകയും ജീവിക്കുകയും ചെയ്ത ബിസ്മില്ല ഖാൻ പാട്ടുകാർ കാണപ്പെടേണ്ടവരല്ല, കേൾക്കപ്പെടേണ്ടവരാണ് എന്ന അഭിപ്രായക്കാരനായിരുന്നു. ആ നാദം ഇന്നും കേട്ടുകൊണ്ടേയിരിക്കുന്നു.